ഉറക്കണീറ്റ് സമയം നോക്കിയപ്പോൾ തല തിരിഞ്ഞിട്ടില്ല സമയം നേരെയായിട്ട് ഞാൻ കാണിച്ചു തരാം 6:02. അങ്ങനെ രാവിലെ തന്നെ ഞാൻ അച്ഛന് ഗുളികയെല്ലാം കൊടുത്ത് കുളിച്ച് കഴിഞ്ഞ് തണ്ടെടുത്ത് മുടിയെല്ലാം മടഞ്ഞ് ഒരു സ്ഥലം വരെ പോയിന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ തണ്ടെടുത്ത് മുടിയെല്ലാം മടഞ്ഞ് പോകുന്നത് അമ്പലത്തിലേക്ക്. സാധാരണ ഞാൻ വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഏടെയും ബൈക്ക് നിർത്തിയില്ല, ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമ്പേ ഞാൻ നിർത്തില്ലല്ലോ വണ്ടി. പക്ഷെ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് വണ്ടി നിർത്താണ്ടിരിക്കുക? ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല, രാവിലെ കുളിച്ച തണുപ്പും പിന്നെ അന്തരീക്ഷത്തെ തണുപ്പും ആ വ്യൂ എല്ലാം കൂടി ആകുമ്പോൾ ഒരു അടിപൊളി വല്ലാത്തൊരു ഫീൽ. അങ്ങനെ അതെല്ലാം കണ്ട് പതിക്കെയാണ് ഞാൻ അമ്പലത്തിലെത്തി. പതിവില്ലാണ്ട് പച്ച പരവതാനിയെല്ലാം വിരിച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഞാൻ വിചാരിച്ചു ഇതെന്നാപ്പാന്ന്, പിന്നെ ട്യൂബ് ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചു നേരം ചിന്തിച്ചപ്പാണ് മനസ്സിലായത് നല്ല മഴക്കാലമെല്ലാം ആയതുകൊണ്ട് വഴുതിക്കെട്ടി വീഴുന്നോണ്ടാണ് അത് വിരിച്ചു നിന്ന്. പിന്നെ അമ്പലത്തിലെല്ലാം പോയി തൊഴുത് പ്രസാദം മേടിച്ച് ഇങ്ങനെ ഒന്ന് നടക്കും. പിന്നെ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു തന്ന ഒരു അറിവുണ്ട്, അമ്പലത്തിൽ പോകുമ്പോൾ ചടപടാന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴുതിട്ട് വരാൻ വേണ്ടി പാടില്ല, ഇങ്ങനെ മെല്ലനെ വേണം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞതനുസരിച്ച് ഞാൻ മെല്ലനെ നടക്കുന്നു. ആ പോകുന്ന വഴിക്ക് ഞാൻ തുമ്പപ്പൂ കണ്ടു. തുമ്പപ്പൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ പണ്ട് ചെറുപ്പത്തിലെല്ലാം നമ്മളെ പല്ല് പൊരിഞ്ഞു കഴിഞ്ഞാൽ ആ തുമ്പപ്പൂവിന്റെ ചെടി പൊരിച്ചിട്ട് അതിന്റെ അടിയിൽ നമ്മളെ പല്ല് ഒളിപ്പിച്ച് വെക്കും, എന്നിട്ട് അത് വീണ്ടും നടും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ തുമ്പപ്പൂ പോലത്തെ പല്ല് വിരിയാൻ വേണ്ടിയിട്ടാണെന്നാ പറയല്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അമ്പലത്തിന്റെ വ്യൂ എല്ലാം ആസ്വദിച്ച് ഞാൻ മെല്ലനെ വീട്ടിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.